മക്ക ഹറമിലെ പ്രാവുകളുടെ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നബി തിരുമേനിയെ സൗർ ഗുഹയിൽ വെച്ച് ശത്രുക്കളിൽ നിന്നും രക്ഷിക്കാൻ കാരണക്കാരായവരിൽ ചിലന്തികളും മാടപ്രാവുകളും ഉൾപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മക്ക ഹറമിലെ മാടപ്രാവുകൾക്കായി വിപുലമായ സൗകര്യങ്ങൾ തന്നെ ഔദ്യോഗികമായി ഒരുക്കി കൊടുക്കുന്നുണ്ട്. പുണ്യം നേടുന്നതിനും പല ഉദ്ദേശങ്ങൾ സാധിച്ചു കിട്ടുക എന്ന ലക്ഷ്യത്തോടെയും നിരവധി പേരാണ് ഈ മാടപ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വരുന്നത്. പ്രാവുകൾക്ക് കൊടുക്കാനുള്ള ഗോതമ്പും മറ്റു ധാന്യങ്ങളും വിറ്റ് ഉപജീവനം നടത്തുന്ന നിരവധി സ്ത്രീകളെയും കുട്ടികളെയും നമുക്കിവിടെ കാണാം. ഭക്ഷണാവശിഷ്ടവും വേസ്റ്റും സമയാസമയങ്ങളിൽ വൃത്തിയാക്കുന്നതിന് നിരവധി ജീവനക്കാരെയും ക്ലീനിംഗ് ചെയ്യുന്ന വാഹനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആരെയും പേടിക്കാതെ ആൾക്കൂട്ടത്തിലിറങ്ങി ഭക്ഷണം കഴിച്ചും കൂട്ടമായി തലങ്ങും വിലങ്ങും പറന്നും ഈ മാടപ്രാവുകൾ ഇവിടെ തീർത്ഥാടനത്തിനെത്തുന്ന വിശ്വാസികളുടെ മനം കുളിർപ്പിക്കുന്നു. ഈ പ്രാവിൻ കൂട്ടത്തോടൊപ്പം ചേർന്ന് ഫോട്ടോ എടുത്തും സെൽഫി എടുത്തും ഭക്ഷണം കൊടുത്തും സഹജീവി സ്നേഹം പ്രകടമാക്കാൻ കൂടെ അവസരമൊരുക്കുന്നുണ്ട് ഇവിടെ. പ്രാവുകൾ ഒന്നിച്ചു പറക്കുന്നതിൻ്റെ അതിമനോഹാരിത കാണാൻ കുട്ടികൾ പ്രാവിൻ കൂട്ടത്തിലേക്ക് ഓടിക്കളിച്ച് അർമാദിക്കുന്നത് കാണാം. നൂറുകണക്കിന് പ്രാവുകൾ ഇവിടെ സ്വൈര്യവിഹാരം നടത്തുമ്പോഴും അവ ഒരിക്കലും ആളുകൾക്കൊരു ശല്യമാകുന്നതായി തോന്നുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ 4 പ്രാവുകൾ ഉണ്ടെങ്കിൽ തന്നെ അവയുണ്ടാക്കുന്ന വൃത്തികേടുകൾ ചില്ലറയല്ല. എന്നാൽ നൂറുകണക്കിന് പ്രാവുകൾ ഉണ്ടായിട്ടും പ്രത്യക്ഷത്തിൽ അവ വലിയ ശല്യം ചെയ്യുന്നതായി സഞ്ചാരികൾക്ക് തോന്നുന്നില്ല. ഈ പ്രാവുകളെ കൈകാര്യം ചെയ്യുന്നതിൽ കാണിക്കുന്ന സൂക്ഷ്മത തന്നെയാകും സഞ്ചാരികൾക്ക് ഇവിടെ ആസ്വാദ്യകരമാക്കാൻ കാരണം. എന്നാൽ അവിടെയുള്ള സ്ഥിരതാമസക്കാർക്ക് ഈ പ്രാവിൻ കൂട്ടത്തെ കൊണ്ട് ചില്ലറ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മക്കയിലെ പ്രധാനപ്പെട്ട പുണ്യസ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രാവിൻ കൂട്ടങ്ങളെ കാണാം. മദീനയിലെ